വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പൾസർ മാനി 2 കാണാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റണ്ട് ഇവന്റ് കാണാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് KTM ഷോറൂമിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് KTM ഇവിടെ തന്നെ ഒരു സ്റ്റണ്ട് ഷോ പങ്കെടുപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കാണാൻ ഞാൻ പണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ പൾസറിന്റെ കുറേ മോഡൽസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഷോറൂമിന്റെ ഒരു പ്രൊമോഷനും വരാൻ പോകുന്ന ബൈക്കുകളുടെ ഒരു പ്രൊമോഷനൊക്കെ ആയിട്ടാണ് പൾസർ മേനിയ എന്ന് പറഞ്ഞ സ്റ്റണ്ട് ഇവന്റ് തന്നെ നടത്തുന്നത്. പൾസർ മേനിയ എന്ന് പറഞ്ഞ സ്റ്റണ്ട് ഷോ ആണ്. അപ്പോൾ പൾസർ സ്പോൺസർ ചെയ്യുന്ന ഒഫീഷ്യൽ സ്റ്റണ്ട് റൈഡേഴ്സ് ഒക്കെ വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം ഗോസ്റ്റ് റൈഡേഴ്സ് ആണ് പൾസറിന്റെ ഒരു സ്റ്റണ്ടിങ് ടീം, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇത്തവണ വന്നത് ഗോസ്റ്റ് റൈഡേഴ്സ് അല്ലായിരുന്നു, ബാൻഡിഡോസ് എന്ന് പറഞ്ഞൊരു കിടിലൻ ടീമായിരുന്നു വന്നത്. അതിൽ 3 പേരായിരുന്നു, അവരെല്ലാം പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരായിരുന്നു. അപ്പോൾ അവിടെ വന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഫ്രീ എൻട്രി ആയിരുന്നു. അതിലെല്ലാവരും പങ്കെടുക്കുക തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ടാസ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് കുറഞ്ഞ സമയത്തുള്ളിൽ കർവ്സൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് വരുന്ന ആൾക്കായിരുന്നു, ഏറ്റവും കുറഞ്ഞ സമയം എടുക്കുന്ന ആൾക്കായിരുന്നു പ്രൈസ്. അതുപോലെ കുറേ ടാസ്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാല് കുത്താനൊന്നും പാടില്ലായിരുന്നു. കുറേ പേര് കാല് കുത്തി, കുറേ പേര് കാല് കുത്താതെയൊക്കെ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ടാസ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലൂടെ ഏറ്റവും കുറഞ്ഞ സമയത്ത് വരുന്ന ആൾക്കാർ ഫസ്റ്റ്, അതിലും കുറേ പേര് പങ്കെടുക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം നമ്മുടെ സ്റ്റണ്ട് ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞു ക്യാമറയിൽ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ കുറച്ച് ഫുട്ടേജൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ക്യാമറാമാനൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിത് വീട്ടിലും റോഡിലും ഇമിറ്റേറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇമിറ്റേറ്റ് കാണുക, ആസ്വദിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ.
പാൻഡോസ് ടീമിന് വേണ്ടി പെർഫോം ചെയ്തത് ഈ നിൽക്കുന്ന 3 പേരായിരുന്നു. നാഷണൽ ചാമ്പ്യനൊക്കെയാണ്, കിട്ടില്ല 3 കില്ലാടി മച്ചാന്മാരായിരുന്നു. അപ്പോൾ പൊളി പരിപാടിയായിരുന്നു ഇവരുടെ. അപ്പോൾ റോയൽ ബജാജ് നാട്ടകമാണ് നമുക്ക് വേണ്ടി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് റോയൽ ബജാജ് മുഖേനയാണ് എനിക്കവിടെ പോകാൻ പറ്റിയത്. അപ്പോൾ ഇനി അടിപൊളി ബജാജിൻ്റെ ബൈക്കുകളൊക്കെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യായിരിക്കുന്നത്. പുതിയ NS 400C ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ബജാജ് സംബന്ധമായ ബൈക്കുകൾ വാങ്ങാനും സർവീസിനും കാര്യങ്ങൾക്കും പാർട്സ് വാങ്ങിക്കാനൊക്കെ നിങ്ങൾക്ക് റോയൽ ബജാജിനെ ബന്ധപ്പെടാനാണ്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് ഒരുപാട് സ്നേഹം മാത്രം.